1974 മെയ് മാസത്തിൽ ഇന്ത്യ രാജ്യത്തിലെ റെയിൽവേ തൊഴിലാളികൾ ഒന്നടങ്കം ദേശവ്യാപകമായി ഒരു അനിശ്ചിതകാല പണിമുടക്ക് നടത്തി. മെയ് 8-ാം തീയതി ആണ് ഈ പണിമുടക്ക് ആരംഭിച്ചത്. 7-ാം തീയതി അർദ്ധരാത്രി മുതൽ 12 മണി മുതൽ പണിമുടക്കാണ്. ഞാനന്ന് 23-24 വയസ്സുള്ള വിദ്യാർത്ഥി യുവജന മുന്നണിയിൽ നിന്ന് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പേട്ടയിലെ പാർട്ടി ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതേ കാലയളവിൽ തന്നെ എനിക്ക് റെയിൽവേയിൽ ഒരു പ്രോജക്റ്റ് കാഷ്വൽ ലേബറുടെ ജോലി കിട്ടി. ജോലിക്ക് പോകാൻ പാർട്ടിയോട് അനുവാദം ചോദിച്ചു. പക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ ജോലി മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അതും തുടർന്നു. 74 മെയ് മാസം അർദ്ധരാത്രി വർക്കല, മുരുക്കുംപുഴ, കഴക്കൂട്ടം, കടക്കാവൂർ ഇത്യാദി റെയിൽവേ സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ മാസ്റ്റർമാർ റെയിൽവേ സ്റ്റേഷൻ അർദ്ധരാത്രി പൂട്ടി. അർദ്ധരാത്രി പൂട്ടിയിട്ട് താക്കോലുമായി അവർ വരുമ്പോൾ അവരോടൊപ്പം പണിയെടുത്ത മറ്റ് ജീവനക്കാരും പണിമുടക്കിലായി. ഇവരെയൊക്കെ പോലീസ് പിടിക്കാതെ സംരക്ഷിക്കുന്ന ജോലി പാർട്ടി എന്നിൽ നിക്ഷിപ്തമാക്കി. അപ്പോൾ ഞാൻ ജോലിയുള്ള ആളാണ്. എൻ്റെ പ്രോജക്റ്റ് കാഷ്വൽ ലേബർ പണിമുടക്ക് ആഹ്വാനം ഈ പ്രദേശത്ത് വന്നിട്ടില്ല. റെയിൽവേക്ക് CITU ബാനറിൽ സംഘടന തിരുവനന്തപുരത്ത് അന്നില്ല. അപ്പോൾ NCCRS എന്ന് പറയുന്ന ദേശവ്യാപകമായി ഉണ്ടാക്കിയ ആ ഐക്യവേദിയിൽ ഉള്ള ആളുകളാണ് ഈ പണിമുടക്കിയ സ്റ്റേഷൻ മാസ്റ്റർമാരെല്ലാം. അക്കാലത്ത് സംഘടന എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു ഓർഗനൈസേഷനായിരുന്നു സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അസോസിയേഷൻ. ആൾ ഇന്ത്യ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അസോസിയേഷനാണ് അന്ന് ഇത്യാദി സമരങ്ങളുടെ എല്ലാം മുന്നണിയിൽ നിൽക്കുന്നത്. ഈ പണിമുടക്കിയ ഏകദേശം 1 ഡസനിലധികം സ്റ്റേഷൻ മാസ്റ്റർമാരും 2-3 ഗാർഡുമാരും 2-3 കമേഴ്സ്യൽ ക്ലർക്കുമാരും ഏകദേശം 17 ആളുകൾ ഞാൻ നേതൃത്വം നൽകുന്ന പാർട്ടി ബ്രാഞ്ചിൻ്റെ സംരക്ഷണയിൽ വന്നുപെട്ടു. ഇവരെയെല്ലാം പലയിടത്തുമായി ഒളിവിൽ താമസിപ്പിക്കുക, അതോടൊപ്പം തന്നെ സംഘടന പ്രവർത്തനം നടത്തുക, ഈ ജോലി എന്നിൽ നിക്ഷിപ്തമായി. ഇടയ്ക്ക് പ്രോജക്റ്റ് ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് വരുമെങ്കിലും കാര്യമായ ജോലിയൊന്നും അക്കാലത്തില്ലായിരുന്നു. മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കുന്ന ജോലി അത് കുറേയൊക്കെ കോൺട്രാക്റ്റ് ജോലിയാണെങ്കിലും മിക്കവാറും റെയിൽവേ കാഷ്വൽ ലേബർമാരാണ്. എർത്ത് വർക്ക്, മണ്ണ് നികത്തുക, അത്തരം ജോലികൾ ഒഴികെ ബാക്കി ജോലികൾ ചെയ്യുക. എനിക്ക് ഓഫീസിലെ ജോലിയാണ് തന്നിരുന്നത്. റെയിൽവേക്ക് വേണ്ടുന്ന ലാൻഡ് അക്വസിഷൻ്റെ ജോലി മറ്റ് സംഘടനാ ബന്ധങ്ങളൊക്കെ ഉള്ള വ്യക്തി എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായി. അപ്പോൾ മിക്കവാറും ഓഫീസിൽ പോയി ഒപ്പിട്ടാൽ സെക്രട്ടേറിയറ്റിലോ ട്രാൻസ്പോർട്ട് വകുപ്പിലോ പബ്ലിക് വർക്ക്സ് വകുപ്പിലോ അത്തരം ഓഫീസുകളിൽ കയറിപ്പോകുന്ന ജോലിയാണ് അക്കാലത്തെ എനിക്ക് വന്നത്. ഞാൻ അവസാനം വരെയും അത്തരം ജോലികളാണ് ചെയ്തത്. ഏകദേശം 40ഓളം
സംവത്സരക്കാലം റെയിൽവേയിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയത് മുഴുവനും തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യാൻ അവസരം കിട്ടിയത് അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ പാർട്ടി ആക്ടിവിറ്റികളിൽ എനിക്ക് ഭാഗഭാക്കാവാൻ കഴിഞ്ഞു. ഈ പണിമുടക്കിൽ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തൊഴിലാളികളെ അവരുടെ ഒളിവു കേന്ദ്രങ്ങൾ മണത്തറിയാൻ പോലീസിന് കഴിഞ്ഞു. പേട്ടയിലെ PSN റൂട്ട് മുറിയൽ സഖാവ് മണ്ണന്തല കരുണാകരൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഈ തൊഴിലാളികളെ യോഗം നമ്മൾ കൂടി. അന്ന് ഈ പണിമുടക്കിന് നേതൃത്വം വഹിച്ച വർക്കല സ്റ്റേഷൻ മാസ്റ്റർ, പിന്നീട് അദ്ദേഹം DRUവിൻ്റെ നേതാവായി സഖാവ് P. സുകുമാരൻ, അദ്ദേഹം ഒളിവിൽ വേഷം മാറി തലയും മീശയുമൊക്കെ മുണ്ടനം ചെയ്ത് ഈ മേഖലയിലാകെ സഞ്ചരിക്കുമായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ജോലിയും എനിക്കായിരുന്നു. അപ്പൊ സുകുമാരണ്ണൻ പങ്കെടുത്ത് തൊഴിലാളികളുടെ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് താല്പര്യമുള്ള പോലീസ് ID തന്നെ പറഞ്ഞു, ഇവിടുന്ന് എന്തായാലും ഉടനെ മാറിയില്ലെങ്കിൽ അബദ്ധമാണ്. അങ്ങനെ നമ്മൾ അവരുടെ കേന്ദ്രം അവിടെ നിന്ന് മാറ്റി. അന്ന് ഡോക്ടർ PKR വാര്യർ മെഡിക്കൽ കോളേജിൽ സർവീസിലുള്ള സമയമാണ്. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി ഫെഡറേഷൻ ആ കാലത്താണ് ഉണ്ടായത്. സഖാവ് ഫ്രാങ്ക് രാജൻ, അതുപോലെ സുന്ദരം, അങ്ങനെ കുറേ ആളുകൾ, നമ്മളോട് ആഭിമുഖ്യമുള്ള ആളുകൾ പണിമുടക്കിയ തൊഴിലാളികൾക്ക് അഭയം കൊടുക്കാൻ തയ്യാറായി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനോട് അടുത്തുള്ള മെൻസ് ഹോസ്റ്റലിലെ മുറികളിൽ ഈ 17 പേരെ നമ്മൾ പാർപ്പിച്ചു. അവർക്ക് ഭക്ഷണവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും ചങ്ങനാശ്ശേരിയിൽ ഭാര്യയും ഭർത്താവും പ്രാക്ടീസ് ചെയ്യുന്ന സഖാവ് ഡോക്ടർ ഫ്രാങ്ക് രാജൻ്റെ ചെലവിലായിരുന്നു. പാർട്ടിക്കൊന്നും വലിയ ഫണ്ടും കാര്യവും ഒന്നും ഉള്ള സമയമല്ല. അപ്പോൾ അവിടെ ഒരു 10 ദിവസത്തോളം ഇവരെ ഒളിവിലിരുത്താൻ കഴിഞ്ഞെങ്കിലും അവരുടെ ചില ദൗർബല്യങ്ങൾ കൊണ്ട് അവിടെ വിട്ട് ലഹരി തേടി പോയ ചില ആളുകൾ പോലീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. കുമാരപുരം പൊതുജനം റോഡിലൂടെ അവരങ്ങനെ ചെന്നിലോട് പ്രദേശത്ത് പോയി വരുമ്പോൾ പോലീസ് കണ്ടു. അപ്പോൾ ഷെൽട്ടർ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അതിനടുത്ത് വീണ്ടും നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുകളിൽ പുറകുവശത്ത് ഇപ്പോൾ സിൽവർ സാൻഡ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതിൻ്റെ പിറകിലായി ഒരു വീട്, അത് ചാലയിലെ പാർട്ടി ഓഫീസിൻ്റെ കീഴിലുള്ള ഒരു കേന്ദ്രമായിരുന്നു. അവിടെ ഇവരെ ഒളിവിലിരുത്തി. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ വേണം, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യണം. ഇതിനൊക്കെ വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പേട്ടയിലെ എന്നോടൊപ്പം പിന്നീട് ജയിലിലൊക്കെ വന്ന സഖാവ് ശുദ്ധോധനം, അതുപോലെ അക്കാലത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അവരൊക്കെ നമുക്ക് സഹായികളായി വന്നു. ഈ സമരത്തിന്റെ ചുമതല പാർട്ടിയിൽ സഖാവ് അവണാകുഴി സദാശിവനായി, അതുപോലെ ട്രേഡ് യൂണിയനിൽ സഖാവ് പേരൂർക്കട സദാശിവനും പെരുന്താന്നി സോമൻ നായരും, ഇതിലെല്ലാം ഉപരി ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളുടെ ചുക്കാൻ പിടിച്ചത്
സഖാവ് KN ശിവാനന്ദനായിരുന്നു, പേട്ടയിലെ മിനർവ ശിവാനന്ദൻ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും അദ്ദേഹമായി ബന്ധമുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇവരെ കൊണ്ടുപോയി പാർപ്പിച്ചു. 20 ദിവസത്തോളം നീണ്ടുനിന്ന ഈ പണിമുടക്കിൽ 11-12 ദിവസമായപ്പോൾ ഈ മുടക്കില് ഒളിവിൽ കഴിഞ്ഞ പലരും തിരികെ കയറാൻ തുടങ്ങി. അന്ന് പേട്ട റെയിൽവേ സ്റ്റേഷൻ അതൊരു കൊമേഴ്സ്യൽ സ്റ്റേഷനായിരുന്നു. ആ സ്റ്റേഷനിലെ അന്നത്തെ അധികാരി, അദ്ദേഹം രണ്ടാമനാണെങ്കിലും അദ്ദേഹമാണ് അധികാരി. ഇവരെ പലരെയും പ്രലോഭിപ്പിച്ച് അന്ന് സ്ട്രൈക്ക് ഓഫീസറായിരുന്ന അൻവർ വർഗീസിന്റെ അടുത്ത് കൊണ്ടുപോയി, നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാവില്ല, നിങ്ങളെ സർവീസിൽ കയറിയാൽ മറ്റു കാര്യങ്ങളൊന്നും വരില്ല, അതുകൊണ്ട് ഇപ്പോൾ കയറിയാൽ നിങ്ങൾക്ക് പരിക്കില്ലാതെ രക്ഷപ്പെടാമെന്ന് പ്രലോഭനം പറഞ്ഞ് ഓരോരുത്തരെയായി അങ്ങനെ കയറ്റാൻ തുടങ്ങി. പക്ഷെ അവസാനം വരെ മുടക്കി നിന്ന 2-3 ആളുകളുണ്ട്. രാധാകൃഷ്ണൻ നായർ, അദ്ദേഹം ഇപ്പോൾ നെടുമങ്ങാട് സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൈതമുക്കിൽ താമസിക്കുന്ന ഗോപാലൻ നായർ, അദ്ദേഹം ചെങ്കോട്ട അവരുടെ അസോസിയേഷന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അക്കാലത്ത് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന രാജ്മോഹൻ, പിന്നെ അദ്ദേഹം ടിക്കറ്റ് എക്സാമിനറായി, മെഡിക്കൽ ഡീക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ഇവരൊക്കെ അമേരിക്കയിൽ പോയി അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ച ജോസഫ് സാറ്, അതുപോലെ തന്നെ മാത്യു ജോർജ് മുക്കാടൻ എന്ന് വിളിക്കുന്ന ആൾ, VK കൃഷ്ണൻ നായർ പാറശാല ഉള്ള ആള്, അദ്ദേഹം ഈ സമരത്തിന്റെ ആദ്യവസാനം അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. ഇവരൊക്കെ അന്ന് ആ സംഘടനയുടെ നെടുംതൂണുകളായിരുന്നെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്നു. ഈ തൊഴിലാളികളുടെ സമരാവേശം സ്റ്റേഷൻ മാസ്റ്റർമാരായിരുന്നു. മിക്കവാറും അവരുടെ മുടക്കുകളെല്ലാം തന്നെ നിസ്സഹകരണ ഉദ്യോഗത്തിൽ സർവീസിനോട് നിസ്സഹകരണം നടത്തുന്ന മുടക്കുകൾ, ഗാന്ധിയൻ മാർഗത്തിലുള്ള സത്യഗ്രഹ സമരങ്ങൾ. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർ പണി നിർത്തുകയും ചെയ്തു. ഈ ആളുകളിൽ അപൂർവം ആളുകളെ തുറുങ്കിലടക്കുകയും അവർക്കെതിരെ കേസ് വരികയും അടുത്ത് ജനതാ സർക്കാർ 77 മൊറാർജി ദേശായി അധികാരത്തിൽ വരുന്നത് വരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും തിരിച്ച് സർവീസിൽ കയറുകയും ചെയ്തു. അങ്ങനെ കയറിയ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന സഖാവ് ശിവൻപിള്ള റെയിൽവേക്കാരൊക്കെ പോകുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനായി. പിന്നീട് 30-31 കൊല്ലം റെയിൽവേയിൽ ജോലി ചെയ്തപ്പോൾ ഇല്ലാത്ത എന്താ പറയാ അയോഗ്യത, അയാള് സ്ക്വിൻ്റായി കോങ്കണ്ണുള്ള ആളാണ് എന്ന് റെയിൽവേ മെഡിക്കൽ വിഭാഗം കണ്ടുപിടിച്ചു പോലും. 31 വർഷം ജോലി ചെയ്യുമ്പോൾ ഇല്ലാത്ത കോങ്കണ്ണ് 31-ാം വർഷത്തിൽ എങ്ങനെ വന്നു? അദ്ദേഹം സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. സ്വന്തമായി കേസ് വാദിച്ച് തിരിച്ച് സർവീസിൽ വന്ന് സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച് തൊഴിലാളികളുടെ കേസുകൾ നടത്തി. നിരവധി കേസുകൾ അദ്ദേഹം നടത്തി. എനിക്കും ഒരനുഭവം. എൻ്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ,
74 സമരകാലത്ത് ഇവിടുത്തെ ഈ പ്രോജക്റ്റിന്റെ മുഖ്യധാര ഉദ്യോഗസ്ഥനായിരുന്ന കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന എഞ്ചിനീയർ, തലശ്ശേരിക്കാരൻ, അദ്ദേഹം സ്ട്രൈക്ക് ഓഫീസർമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പേട്ടയിൽ വന്ന് പണിമുടക്കാത്ത ആളുകളെയും അതുപോലെ പണിമുടക്കിൽ പങ്കെടുത്ത ആളുകളുടെ പലരുടെയും ലെവൽ ക്രോസിൽ ജോലിയിലുണ്ടായിരുന്ന ആളിനോടൊപ്പം ഇരുന്ന ലോക്കൽ ആളുകളെയും ഒക്കെ ശകാരവർഷം ചൊരിഞ്ഞ കാര്യം എൻ്റെ ശ്രദ്ധയിൽ നിമിഷങ്ങൾക്കകം പെട്ടു. ഞങ്ങളൊരു കൂട്ടം ആളുകൾ അവിടെ ആ ലെവൽ ക്രോസിന്റെ അടുത്ത് പോയി. അപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാതെ തന്നെ ഊഹിക്കാം. അദ്ദേഹം സ്വയം ഓടിച്ചു വന്ന വാഹനത്തിന്റെ കാറ്റടിച്ചു വിട്ടു. അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ നടന്നും ഓടിയുമെല്ലാം ഇവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അപ്പോഴദ്ദേഹം ആ കൂട്ടത്തിനിടയിൽ എന്നെ ശ്രദ്ധിച്ചു. ഇയാൾ റെയിൽവേക്കാരനാണല്ലോ, അതയാൾ മനസ്സിൽ വെച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം റെയിൽവേയിൽ ഒരു എഞ്ചിനീയർ മുഖ്യ പേഴ്സണൽ ഓഫീസർ, ചീഫ് പേഴ്സണൽ ഓഫീസറായി. ഈ പേഴ്സണൽ ഓഫീസറുടെ പദവി അദ്ദേഹം ദുരുപയോഗപ്പെടുത്തി. അദ്ദേഹത്തെ പോലെ സർവീസിൽ ഉയർന്ന നിലവാരത്തിലുള്ള ഒരാള്, സർവീസിലെ ഏറ്റവും അടിത്തട്ടിലുള്ള എന്നെ പോലൊരാളെ കുറിച്ച് ഞാൻ കൊടുത്ത ജനറൽ മാനേജർക്ക് കൊടുത്ത അപ്പീലിന്റെ മറുപടിയായി, ഡിസ്പോസലായി 9 പേജുള്ള ഒരു കടിതം എഴുതി. ചിലപ്പോഴൊക്കെ ഞങ്ങള് ഈ റെയിൽവേയിൽ പലയിടത്തും സംസാരിക്കുമ്പോൾ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ ഇടയിൽ തമിഴൊക്കെ വരാം. തമിഴിലും പലയിടത്തും പോയി വർത്തമാനം പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എഴുതിയ കടിതത്തിൽ പാരാവൈസ്, ഓരോ പാരഗ്രാഫ്, ഞാൻ വിധ്വംസകനാണ്, റെയിൽവേക്കെതിരെ ജോലി ചെയ്ത് റെയിൽവേക്കാരെ മറ്റ് അധികാരി വർഗത്തിനെതിരെ നയിച്ച ഒരു വിധ്വംസക പ്രവർത്തകനാണ്. അയാളെ സർവീസിൽ വെക്കാൻ പാടില്ല, അയാൾ റെയിൽവേയെ കബളിപ്പിച്ച് ശമ്പളം വാങ്ങുന്ന ആളാണ് എന്നൊക്കെ അയാൾ എഴുതി പിടിപ്പിച്ചു. 9 പേജുള്ള ആ ഡിസ്പോസലിൽ എല്ലാ പാരായിലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിലും സഖാവ് ശിവൻപിള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ആ കേസ് നല്ലതുപോലെ വാദിച്ച് എനിക്ക് അനുകൂലമായി വിധി സമ്പാദിച്ചു. അന്ന് രാത്രിയിലാണ് ആ സഖാവ് ഹൃദയനോവ് വന്ന് മരണപ്പെട്ടത്. അപ്പൊ ഇത് പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഉദ്യോഗസ്ഥ മേധാവി 74 നടന്ന ഒരു സംഭവം ഏകദേശം 85-ലാണ് 11 വർഷം കഴിഞ്ഞപ്പോഴാണ് അയാളിങ്ങനെ ഒരു ഡിസ്പോസൽ എഴുതിയത്. അപ്പൊ ഇവരൊക്കെ ശരിക്കും സായിപ്പിന്റെ ആളുകളാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടായത്. റെയിൽവേയിലെ അധികാരികളിൽ പലരും സായിപ്പന്മാരായിരുന്നു. അപ്പൊ ഇയാൾ ഈ തലശ്ശേരിയിൽ ജനിച്ചെങ്കിലും സായിപ്പിന്റെ പുത്രനാണോ? സ്വഭാവത്തിൽ അങ്ങനെ തോന്നിപ്പോവുകയല്ലേ. അപ്പൊ അങ്ങനെ ഒരാള് പിന്നെ പലപ്പോഴും കണ്ടുമുട്ടാനൊക്കെ ഇട വന്നിട്ടുണ്ട്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ചിലരൊക്കെ വേട്ടയാടിയെങ്കിലും സർവീസിന്റെ ആദ്യാവസാനം മേലുദ്യോഗസ്ഥന്മാരുടെ നല്ല കുട്ടിയായിട്ടാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴും
മറ്റ് കാര്യങ്ങൾ നടത്തുമ്പോഴും എൻ്റെ ജോലി ഞാൻ നല്ലപോലെ ചെയ്തിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടോ എൻ്റെ സർവീസിൽ എനിക്ക് റെഗുലറായി കിട്ടേണ്ട പല അവകാശങ്ങളും ഇന്നും ഞാൻ കോടതിയിലാണ്. അത് കിട്ടിയിട്ടില്ല. 39.5 ഏകദേശം 39.5 കൊല്ലം ജോലി ചെയ്തിട്ട് എനിക്ക് 27 കൊല്ലത്തെ സർവീസ് പോലും റെയിൽവേ അംഗീകരിച്ചു തന്നില്ല. ഇതിനിടയിൽ ഞാൻ 74 സമരം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നു. പാർട്ടി പ്രവർത്തകനാണ് എന്ന് പോലീസിൻ്റെ ഇതിൽ ആദ്യം പിടിക്കപ്പെട്ട ആളുകളിൽ ഒരാളായി 3 റിമാൻഡ് കാലം, ഏകദേശം 6 ആഴ്ചക്കാലം ജയിലിൽ പോയി. ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ ജനറൽ മാനേജർ അൻവർ വർഗീസിനെ കാണാൻ പോയപ്പോൾ ബാബുവിൻ്റെ പേരിൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ അനുസരിച്ച് DIR കേസാണ്, നിങ്ങളെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പം ഞാൻ പറയും, സാറേ ഞാൻ കാഷ്വൽ അല്ലേ, പ്രോജക്റ്റ് കാഷ്വൽ അല്ലേ, കാഷ്വൽ ആണെങ്കിലും നിങ്ങൾക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട ആളാണ്, തിരിച്ചെടുക്കുക അസാധ്യം. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ തിരികെ സർവീസിൽ വരാൻ കഴിയും. അത് വാസ്തവത്തിൽ എങ്ങനെ പറഞ്ഞു എന്നറിയില്ല. യഥാർത്ഥത്തിൽ 74-ലെ ഐതിഹാസികമായ റെയിൽവേ പണിമുടക്ക് ഇന്ത്യയിൽ ഭരണമാറ്റം തന്നെ വരുത്തി സർവശക്തയായി പ്രവർത്തിച്ച, സ്വന്തം ക്യാബിനറ്റിലെ ആളുകളെയെല്ലാം ചൂണ്ടുവിരലിന്റെ മുന്നിൽ നിർത്തിയ ശ്രീമതി ഗാന്ധി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. വാസ്തവത്തിൽ ഞാൻ പിന്നീട് റെയിൽവേ കാഷ്വൽ തൊഴിലാളികളുടെ സംഘടന സഖാവ് പത്മലോചനും അതുപോലെ കേശവൻ നായരും അതുപോലെ ഇവിടെ മൺമറിഞ്ഞു പോയ VJ തങ്കപ്പനും നെയ്യാറ്റിങ്കര മുനിസിപ്പൽ ചെയർമാനായിരുന്ന രഘുനാഥൻ വക്കീലും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംഘടന 2 പ്രദേശത്തും കൺവെർഷനിലും കൺസ്ട്രക്ഷനിലും ഉണ്ടാക്കി. ഈ സംഘടനയുടെ മേൽവിലാസത്തിൽ CITUവിൻ്റെ ദേശീയ സമ്മേളനത്തിൽ മഹാരാഷ്ട്രയിലെ താനയിൽ, ബോംബെയിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം കിട്ടി. 25-ാം വയസ്സ്. അന്ന് മെയ് മാസത്തിലാണതും സമ്മേളനം, മെയ് മാസം അവസാനം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന സഖാവ് BT രണദിവേ, സഖാവ് BTR പ്രസംഗിച്ചു, ആഴ്ചകൾക്കകം ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ വരും. എല്ലാം വർത്തമാന പത്രങ്ങളിലും അന്നത്തെ മീഡിയാസിലുമെല്ലാം തലവാചകം അതായിരുന്നു. വളരെ വാസ്തവത്തിൽ ഇത്രയും ദീർഘവീക്ഷണം, എന്താണ് രാജ്യത്തിന് വരുന്ന ആപത്ത് എന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു. ആ സമ്മേളനത്തിൽ പിന്നീട് മന്ത്രിയായ ലാലു പ്രസാദ്, അന്ന് ബീഹാർ മുഖ്യമന്ത്രിയാണ് ലാലു പ്രസാദ്, ജ്യോതി ബാസു, അതുപോലെ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇവരൊക്കെ ആയിട്ട് അടുത്ത് ഇടപഴകാൻ എനിക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ കഴിഞ്ഞു. എന്തായാലും ഈ ഐതിഹാസികമായ പണിമുടക്കത്തിൻ്റെ ഗോൾഡൻ ജൂബിലി 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് എന്നോടൊപ്പം പണിയെടുത്തിരുന്ന, എനിക്ക് ശേഷം സർവീസിൽ വന്ന, പെൻഷന് പോലും അർഹതയില്ലാത്ത പുതിയ തലമുറയുടെ അറിവിലേക്കായി ഇത് അനുഭവത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളോട് ഈ ചില നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഈ പല സമ്മേളനങ്ങളിലും ഒന്നും
ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് മനസ്സുകൊണ്ട് എത്താൻ കഴിഞ്ഞാലും എത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ഈ 74-ാം വയസ്സിൽ എനിക്ക് വന്നുപെട്ടിരിക്കുന്നു. കഴിഞ്ഞ 15 സംവത്സരക്കാലമായി ഞാൻ വാക്കറിൻ്റെ സഹായത്തോടെയാണ് നടക്കുക. ഞാൻ വളരെ തമാശയ്ക്ക് പറയും, ചെറിയ പ്രായത്തിൽ കോടതിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി നിന്ന ആ കൂട്ടിൻ്റെ ഓർമ്മ ഈ വാക്കർ പിടിച്ച് നടക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്നോടൊപ്പം പണിയെടുത്തവർക്കും അല്ലാത്തവർക്കും പണിയെടുക്കുന്നവർക്കായി നടന്ന് പ്രവർത്തിക്കാനും ഇരുന്ന് പ്രവർത്തിക്കാനും അല്ലാതെ പ്രവർത്തിക്കാനും ഒക്കെ ഞാൻ പരിശ്രമിക്കും എന്ന് മാത്രം ഉറപ്പ് പറഞ്ഞുകൊണ്ട് സമരസഖാക്കളെയും അല്ലാത്തവരെയും ഓർത്തുകൊണ്ട് അതിൽ രക്തസാക്ഷികളായ ആളുകൾക്ക് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു സംസാരം അവസാനിപ്പിക്കുന്നു. ലാൽ സലാം സഖാക്കളെ.